ഇടുക്കി കഞ്ഞിക്കുഴി മാതൃകാ കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണം. വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉദ്യോഗസ്ഥർ സർക്കാർ ആനുകൂല്യങ്ങളും മറ്റും നൽകുന്നുള്ളൂ എന്നാണ് ആക്ഷേപം. മഞ്ഞളിപ്പ് രോഗവും കൂമ്പുചീയലും ഉൾപ്പെടെ തെങ്ങുകൾക്കും മറ്റും നാണ്യവിളകൾക്കുമെല്ലാം അടുത്തിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ രോഗം വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കഞ്ഞിക്കുഴിയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ഇത് തടയുന്നതിന് ഒരു നടപടികളും മാതൃകാ കൃഷിഭവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നും സർക്കാരിന്റെ ആനുകൂല്യങ്ങളും മറ്റും എത്തുന്ന വിവരം പോലും ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ അറിയിക്കാതെ മറച്ചുവെക്കുകയാണെന്നും ആരോപണമുയരുന്നു. ഗവൺമെന്റിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡികൾ, വൃക്ഷത്തൈകൾ, പച്ചക്കറി വിത്തുകൾ ഉൾപ്പെടെ അടുത്തിടെ കൃഷിഭവൻ വഴി വിതരണം നടത്തിയത് പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല. കൃഷിഭവന്റെ കീഴിലുള്ള ഭരണപ്രതിപക്ഷ ലോബികൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും KTUC ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് വർഗീസ് കറിയ പറയുന്നു. ഈ കൃഷിഭവൻ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് യാതൊരു പ്രയോജനവും പലപ്പോഴും ലഭിക്കുന്നില്ല. ഒരു നിശ്ചിത ലോബിയുണ്ട് ഇവിടെ. അത് ഭരണപ്രതിപക്ഷ ഭേദമില്ലാത്ത ഒരു കൈവിരൽ എണ്ണാവുന്ന ലോബിയുടെ കരങ്ങളിലേക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുക. അത് വരൾച്ച വന്നാലും, കെടുതി വന്നാലും, പ്രകൃതിക്ഷോഭം വന്നാലും ഇതിന്റെ ആനുകൂല്യം മുഴുവൻ കുറച്ച് ആളുകളുടെ കയ്യിൽ എത്തുവാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തണം. ഇല്ലേ കൃഷിഭവൻ വേണ്ടാന്ന് വെക്കണം. മന്ത്രിതലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ വേണമെന്നും കൃഷിഭവൻ ലോബികൾക്ക് ഒത്താശ നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കൃഷി ഓഫീസർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.